ഇഞ്ചിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പുളിയും മധുരവും ആ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ചേർന്ന് നല്ല അടിപൊളി ഒരു ഇഞ്ചിക്കറിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഇന്ന് നമുക്ക് ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതിനു വേണ്ടി 1.5 കിലോ ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉള്ളിയും കൂടെ എടുക്കാം. ഒരു 600 ഗ്രാം ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിക്കറി വയ്ക്കാൻ വേണ്ടി നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 250 ഗ്രാം നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇഞ്ചി ഇട്ട് ഇത് വറുത്ത് കോരിയെടുക്കാം. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ മൂത്ത് വരണം. ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് കോരിയെടുക്കാം. ഇഞ്ചിയെല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ കിടന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്കിതിങ്ങി കോരിയെടുക്കാം. ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിക്കറി വയ്ക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 100 ഗ്രാം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നമ്മൾ ഇഞ്ചിയും ഉള്ളിയൊക്കെ വറുത്ത എണ്ണയുടെ ബാലൻസാണ്. അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 10 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.25 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, 2 ടേബിൾ സ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്കൊരു 150 ഗ്രാം പുളി ഇത് പിഴിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് കുതിർത്ത് പിഴിഞ്ഞ് അരിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് പിഴിഞ്ഞു വെച്ച പുളിയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളം ഒഴിക്കാവൂ. തണുത്ത വെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത്.
ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് വറ്റി വരണം, എങ്കിലേ ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, അത് അവരവർക്ക് എത്ര വേണ്ടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ഈ ഉള്ളിയും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അതേപോലെ പുളി, ഉപ്പ് ഇതൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാ. ഈ ഇഞ്ചിയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയി. ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും വേണം ചേർത്ത് കൊടുക്കാൻ, ഇഞ്ചിയൊക്കെ ഇതിനകത്ത് ചേർക്കുന്നതിന് മുമ്പ്. ഇതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ശർക്കരയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇടാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന, എരിയും പുളിവും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ ഇത് കിടന്നൊന്ന് വറ്റി വരട്ടെ. ഇഞ്ചിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആവശ്യത്തിന് പുളിയും മധുരവും എല്ലാം ചേർന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.